ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി കിടു ടേസ്റ്റ്. ഈ റൈസ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ കൈ കിട്ടിയാൽ പിന്നെന്താ, ചെമ്മീൻ ബിരിയാണിയില്ലേ. നോർമലി നമ്മൾ പല ടൈപ്പ് ബിരിയാണി വെക്കെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. കുറച്ച് അധികം നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ചോപ്പാക്കി എടുക്കണേ. ചെറിയുള്ളിയിൽ ബിരിയാണി വെച്ച് നോക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ ആദ്യം നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണേ. അതിലേക്ക് ഞാൻ 2 കപ്പ് നിറയെ വെള്ളവും അതുപോലെ കുറച്ചൊരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് അതിന് വെള്ളം ഇതുപോലെ അങ്ങ് ഊറ്റിയെടുക്കണേ. ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു 2 സവാള നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീനില്ലേ, അതൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് മാരിനേറ്റ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തതാണല്ലോ. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. ഒരുപാട് സമയം ഫ്രൈ ആക്കി എടുക്കേണ്ട, റബ്ബർ പോലെ ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കുക. നോർമൽ മസാല റെഡിയാക്കുന്നത് പോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 3/4 കിലോ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ റൈസ് വേവിക്കാനും കൂടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ച് വെച്ച വെള്ളത്തിലാണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കുന്നത്. അതാണ് നമ്മുടെ ഈ റൈസിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ്. ഇനി മസാലപ്പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ റൈസ് വേവിച്ച കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. പിന്നെ മീനും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു നെയ്യും അതുപോലെ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന സവാളയും മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാല ഇവിടെ സെറ്റ് കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ട് മസാലയിൽ ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് റൈസും കൂടെ വിസിലടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോർമൽ ദമ്മ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ദമ്മ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നമ്മളിങ്ങനെ ചെമ്മീൻ ബിരിയാണി വെക്കുമ്പോൾ ആ റൈസിലേക്കൊക്കെ മീനിൻ്റെ എക്സാക്റ്റ് ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി വെക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ബൈ.